2020 ഓഗസ്റ്റ് 7 കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു രാത്രി. മഴ പെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളം. ദുബായിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഒരു വിമാനം. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം മാറിമറിഞ്ഞു. ഇതാണ് കരിപ്പൂർ വിമാന ദുരന്തത്തിന്റെ മുഴുവൻ കഥ. കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നു. വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് 1X1344 വിമാനം ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 190 പേർ ഉണ്ടായിരുന്നു. രാത്രി 7 മണിയോടെ വിമാനം കരിപ്പൂരിലെത്തി. പക്ഷേ അന്ന് കനത്ത മഴയും മോശം കാലാവസ്ഥയുമായിരുന്നു. റൺവേ നനഞ്ഞിരുന്നു. ആദ്യ ശ്രമത്തിൽ വിമാനം സുരക്ഷിതമായി ഇറക്കാൻ കഴിയാതെ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ ശ്രമത്തിൽ വിമാനം റൺവേയിൽ സ്പർശിച്ചു. എന്നാൽ ആ സ്പർശനം ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. വിമാനം ആവശ്യമായ ദൂരത്തിനുള്ളിൽ നിർത്താൻ കഴിഞ്ഞില്ല. റൺവേയുടെ അറ്റം കടന്ന് അതിവേഗത്തിൽ മുന്നോട്ട് പോയ വിമാനം ഏകദേശം 35 അടി താഴെയുള്ള പ്രദേശത്തേക്ക് വീണു. ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2 ഭാഗങ്ങളായി പിളർന്നു. ആ രാത്രി കേരളം ഞെട്ടി. പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് സാധേയും സഹ പൈലറ്റ് അഖിലേഷ് കുമാറും ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ ഗുരുതര പരിക്കേറ്റു. പല കുടുംബങ്ങളുടെയും ജീവിതം ഒരു നിമിഷത്തിൽ മാറിപ്പോയി. പക്ഷേ ഈ കഥക്ക് മറ്റൊരു മുഖമുണ്ട്. ദുരന്ത വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ കരിപ്പൂരിനും കൊണ്ടോട്ടിക്കും സമീപ പ്രദേശങ്ങളിലുമുള്ള നാട്ടുകാർ മഴയെ അവഗണിച്ച് വിമാനത്താവളത്തിലേക്ക് ഓടിയെത്തി. ആംബുലൻസ് എത്തും മുമ്പ് പലരെയും അവർ സ്വന്തം വാഹനങ്ങളിൽ ആശുപത്രിയിലെത്തിച്ചു. ഇരുട്ടും മഴയും അപകട സാധ്യതയും ഒന്നും നോക്കാതെ മനുഷ്യരെ രക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അഗ്നിസേന, പോലീസ്, CISF, വിമാനത്താവള ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മരണസംഖ്യ കൂടുതൽ ഉയരാതിരിക്കാൻ പ്രധാന കാരണമെന്ന് പിന്നീട് പലരും വിലയിരുത്തി. ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടന്നു. മോശം കാലാവസ്ഥ, നനഞ്ഞ റൺവേ, ടേബിൾ ടോപ്പ് റൺവേയുടെ പ്രത്യേകത, ലാൻഡിംഗ് സമയത്തെ സാഹചര്യം എന്നിവയെല്ലാം പരിശോധിക്കപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും റൺവേയുടെ ഘടനയെക്കുറിച്ചും രാജ്യവ്യാപകമായി വലിയ ചർച്ചകളുണ്ടായി. കരിപ്പൂർ വിമാന ദുരന്തം ഒരു അപകടം മാത്രമായിരുന്നില്ല. അത് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത ഓർമ്മിപ്പിച്ച ഒരു രാത്രി കൂടിയായിരുന്നു. ഇന്ന് ആ ദുരന്തത്തിന് 6 വർഷം തികയുമ്പോൾ ജീവൻ നഷ്ടമായ എല്ലാവരെയും, പരിക്കുകളോടെ അതിജീവിച്ചവരുടെ ധൈര്യത്തെയും, മഴയിൽ നനഞ്ഞുകൊണ്ട് അപരിചിതരുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയ ആ നാട്ടുകാരുടെ കരുണയെയും സ്മരിക്കുന്നു.